അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദ്യത്തെ നിശമയ്യത്തിനേറ്റമസഹ്യമാ ഖബറിൽ സുഹൃത്തേ മുത്തുനബിയുടെ വാക്യമാ. മൗതായവർക്കത് കൊണ്ട് നാം കൃപ ചെയ്യണേ, അത് കർമ്മധർമ്മം കൊണ്ട് നാം നിറവേറ്റണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരു സൽക്കർമ്മത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഈ പഠന മന്ദിരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മനുഷ്യനെ ആയാലും ഖബറടക്കി കഴിഞ്ഞാൽ ആദ്യത്തെ രാത്രി ആ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അസഹ്യമാണെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതിന്റെ പ്രതിഫലം ആ ഖബറിൽ എത്തിക്കാനും അത് കാരണമായി മരണപ്പെട്ട വ്യക്തിക്ക് സന്തോഷം കിട്ടാനും ആശ്വാസം കിട്ടാനും റാഹത്ത് കിട്ടാനും ഒക്കെ കാരണമാവും. അതിലൊന്നാമത്തെ കർമ്മമാണ് നാം ചെയ്യുന്ന മയ്യത്ത് നമസ്കാരം. കാരണം എന്താണ്, നമ്മൾ ഒരു മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം 4 ബാധ്യത ജീവിച്ചിരിക്കുന്നവർക്കുണ്ട്. മരിച്ചാൽ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മയ്യത്ത് നമസ്കാരം, മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക, ആ മയ്യത്തിനെ മറമാടുക. ഈ ബാധ്യത ജീവിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്, ഫർള് കിഫായാണ്. ആ നാട്ടിൽ ആരെങ്കിലും ഒരു വ്യക്തി ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ആരും ചെയ്തില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാവും. അതാണ് ഫർള് കിഫാ എന്ന് പറയുന്നത്. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമാണ്. ആ വ്യക്തി ചെയ്താലല്ലാതെ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാകില്ല. അതാണ് ഫർള് ഐൻ. അതായത് 5 നേരത്തെ നമസ്കാരം അത് ആ വ്യക്തികൾ തന്നെ ചെയ്യണം, വേറൊരാളെ ഏൽപ്പിക്കാനൊക്കത്തില്ല. പക്ഷെ മയ്യത്തിന്റെ പരിപാലനം അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്താൽ ആ വ്യക്തി ചെയ്യലോടുകൂടി ആ സമൂഹത്തിൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ഇനി ഒരു മനുഷ്യരും അതിനകത്ത് ഇടപെട്ടില്ലെങ്കിലോ, കാരണം കുളിപ്പിക്കാനോ കഫൻ ചെയ്യാനോ മയ്യത്ത് നിസ്കാരത്തിലോ അതേപോലെ മറമാടലിനോ ആരും അതിന്റെ കർമ്മങ്ങൾ അതിൻ്റെതായ നിയമവശങ്ങൾ പാലിക്കാതെ ചെയ്താൽ എല്ലാവരും കുറ്റക്കാരാവും. അപ്പം അതാണ് ഫർള് കിഫായ. അപ്പം മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രധാന കർമ്മമാണ് മയ്യത്ത് നമസ്കാരം. മയ്യത്ത് നമസ്കാരത്തിൽ ആ ഖബറിൽ കിടക്കുന്ന പ്രത്യേകിച്ച് ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ആ മയ്യത്തിനെ മറമാടുന്നതിന് മുമ്പ് തന്നെയും നമ്മൾ നിസ്കരിക്കുന്നു. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുന്നു. ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഫാത്തിഹ ഓതുന്നു തക്ബീറിന് ശേഷം. രണ്ടാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുന്നു. മൂന്നാമത് ആ മയ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ദുആ ചെയ്യുന്നു. നാലാമത്തെ തക്ബീറിന് ശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കതിന്റെ പ്രതിഫലം തടയപ്പെടാതിരിക്കാനും നമുക്കതിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയും നമ്മൾ ദുആ ചെയ്യുന്നു. ഇനിയും അതുകൊണ്ടൊരു മുസ്ലിമിന്റെ ബാധ്യത തീരുന്നില്ല. നമ്മൾ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നു. ആ ഖബറിൽ കിടക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തലാണ് തൽഖീൻ എന്ന് പറയുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞു ഓർമ്മിപ്പിക്കുക, മുഅ്മിന് അത് ഉപകാരപ്പെടുമെന്ന്. അപ്പൊ നമ്മൾ ഒരു ഓർമ്മിപ്പിക്കലാണ് ആ തൽഖീനോടുകൂടി ചെയ്യുന്നത്. ഇനിയും ആ മയ്യത്തുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് ഏറ്റവും കടമപ്പെട്ടവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് സലാത്തുൽ ഉൻസ്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സലാത്തുൽ ഉൻസ് നമസ്കരിക്കുന്നെങ്കിലേ സന്തോഷമേകുമിലാഹ് ഖബറിനുള്ളിലേ. ഒരു മനുഷ്യൻ സലാത്തുൽ ഉൻസ് എന്ന് പറയുന്ന നിസ്കാരമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് താഴോട്ട് പറയുന്നുണ്ട്. നമുക്ക് ദഫൻ ചെയ്ത രാത്രി നമസ്കരിക്കുക നന്നതാ, പിന്നീട് ചെയ്താലും ഫലം ലഭിക്കുന്നതാ. നമുക്ക് ഏറ്റവും കടമപ്പെട്ടവർ എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അന്ന് രാത്രി തന്നെ ചെയ്യലാണ് ഏറ്റവും ഉത്തമമായത്. ഇനി മരണപ്പെട്ടു പോയി, പക്ഷെ നമുക്ക് ആ മരണവേദന ഇപ്പോഴും ഓർമ്മയുണ്ട്, താങ്ങാനൊക്കുന്നില്ല. ആ വ്യക്തിയെ വല്ലാതെ നമ്മൾ സ്നേഹിച്ചതുമാണ്. പക്ഷെ ഇപ്പോഴും നമസ്കരിക്കാം. ആ നിസ്കാരത്തിന്റെ പേരാണ് സലാത്തുൽ ഉൻസ്. അതായത് നേരം പോക്ക് സന്തോഷം നൽകുന്ന ഒരു നിസ്കാരമാണത്. അത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? മർഹൂമിനായി ആർക്കും നമസ്കരിക്കാം, ഇത് ബന്ധുക്കളെങ്കിലും ഓർത്തു ചെയ്യണമേ ഇത്. മർഹൂമിനായി ആർക്കും നമസ്കരിക്കാം, ഇത്
ബന്ധുക്കളെങ്കിലും ഓർത്തു ചെയ്യണമേ ഇത്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മരണപ്പെട്ട വ്യക്തിയുടെ പറയുന്ന പേരാണ് മർഹൂം എന്ന് പറയുന്നത്. മർഹൂം അള്ളാഹുവിന്റെ റഹ്മത്തിലായ വ്യക്തിയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് മാത്രം പ്രതീക്ഷിക്കുന്നവരുവാ. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു കരുണയാണ് മർഹൂമിന് വേണ്ടി. മർഹൂം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നാം ആർക്കും ചെയ്യാം. മർഹൂമിനായി ആർക്കും നമസ്കരിക്കാം ഇത്, ബന്ധുക്കളെങ്കിലും ഓർത്തു ചെയ്യണമേ ഇത്. നീ ഉൻസ്, അതെന്തിനാണ് നിസ്കരിക്കുന്നത്? അടുത്ത വരി പറയുന്നത് എന്താണ്? നീ ഉൻസ് നിസ്കരിക്കുന്നതായാൽ ഒരുവനിൽ നിനക്കായി നിസ്കരിക്കപ്പെടില്ലേ ഭാവിയിൽ. നീ ഇത് ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്താൽ, ഈ ചെയ്യുന്നത് മറ്റുള്ളവരെ, ഈ ഒരു നിസ്കാരം നീ ഉൻസ് നിസ്കരിക്കുന്നതായാൽ ഒരുവനിൽ നിനക്കായി നിസ്കരിക്കപ്പെടില്ലേ ഭാവിയിൽ. ഈ നിസ്കാരം നീ നിസ്കരിച്ചാല് നിനക്കായിട്ട്, നീയൊന്നും ഒരു ദിവസം മരിക്കുമല്ലോ, അന്ന് നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? മറ്റുള്ളവർ നിസ്കരിക്കും. പക്ഷെ നീ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തിൽ പലർക്കും വേണ്ടി നിസ്കരിക്കണം. അപ്പൊ രാത്രി ഏറ്റവും ഇരുൾ മുറ്റിയ ആ ഖബറിൽ ഒന്നുകൂടെ ഇരുളാവുന്ന ദിവസമാണ് ഖബർ എന്ന് പറയുന്നത്. ഏറ്റവും ഭീകരമായ ഖബർ. കാരണം എന്താ? ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ടതാണ് ഖബർ ജീവിതം. ആ ഖബറിൽ പ്രകാശം കിട്ടുന്ന വഴികളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് നാം കടക്കുകയാണ്. ജനാസയെ നാം ഓർത്തു കൈകെട്ടേണ്ടതാ, റകഅത്ത് രണ്ടെന്നും നിജപ്പെടുത്തേണ്ടതാ. ജനാസയെ നാം ഓർത്തു കൈകെട്ടേണ്ടതാ, റകഅത്ത് രണ്ടെന്നും നിജപ്പെടുത്തേണ്ടതാ. പ്രാരംഭ ദുആയും ഫാത്തിഹയും വേണ്ടതാ, ഒരു ആയത്തുൽ കുർസിയും പിന്നോതേണ്ടതാ. നിയ്യത്തിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് സലാത്തുൽ ഉൻസിന്റെ നിയ്യത്തോടു കൂടി, മുസല്ലി സുന്നത്തുൽ സലാത്തുൽ ഉൻസ് എന്ന നിയ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? കൈകെട്ടുന്നു. 2 റക്അത്ത് നിസ്കരിക്കുന്നു. 2 റക്അത്ത്, അതായത് ആദ്യമേ പ്രാരംഭ ദുആ എന്ന് പറഞ്ഞ വജ്ഹത്തിന് ശേഷം ഫാത്തിഹയും ഒരായത്തെ കുറിച്ചും ഓതുക. ഇനി ആ ആയത്തെ കുറിച്ച് ശേഷം തകാസുറൊന്നും വേണ്ടതാ പാരായണം, ഇഖ്ലാസ് 10 ഓതി ദുആയും ചെയ്യണം. അതായത് അൽഹാക്കും തകാസുർ എന്ന് പറയുന്ന സൂറത്തും അതിനുശേഷം നാം എന്തോദനം? 10 ഇഖ്ലാസ് ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തിൽ ഇഖ്ലാസ് 10 ഓതണം. ഇവ തന്നെയാ നാം രണ്ടിലും ഓതേണ്ടത്, ഫലമിരുവരും നേടും അതാണ് ഓർക്കേണ്ടത്. ഇത് തന്നെയാ നാം രണ്ടിലും ഓതേണ്ടത്, ഫലമിരുവരും നേടും അതാണ് ഓർക്കേണ്ടത്. അതായത് നമ്മൾ ഈ നിസ്കാരം കൊണ്ട് 2 പേർക്കും കൂലി കിട്ടും എന്ന് പറഞ്ഞാൽ ഈ നിസ്കരിക്കുന്ന വ്യക്തിക്കും കിട്ടും, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്കും അല്ലാഹു തആല പ്രതിഫലം കൊടുക്കും. അതാണ് അവിടെ പറഞ്ഞത്. ഇത് ഏത് കിതാബിലാ ഉള്ളത്? ഇത് വന്നതാ നുസ്ഹത്ത് 97-ലും, ഇത് വന്നതാ നുസ്ഹത്ത് 97-ലും, നിഹായ സൈനൊരു 107-ാം പേജിലും. നീ ഇതിന് തൗഫീഖ് റബ്ബി ഞങ്ങളിൽ, മരണം കഴിഞ്ഞാൽ പിന്നെ ബന്ധുജനങ്ങളിൽ. അപ്പം മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവരെയൊക്കെ ഒന്ന് ഉണർത്തി കൊടുക്കുക, ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു നിസ്കാരമുണ്ട്, സലാത്തുൽ ഉൻസ്. അത് ആ വ്യക്തിയുടെ ഏറ്റവും കടമപ്പെട്ടവർക്കാണ് അന്നത്തെ രാത്രിയിൽ. കാരണം എന്താ? മരണപ്പെട്ട വീടും ആ പരിസരവും ആ വ്യക്തികളിലും വല്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് അന്ന് കാണാൻപ്പെടുന്നത്. ആ വ്യക്തിയെ അപേക്ഷിച്ചിടത്തോളം എന്താണ്? ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയെക്കുറിച്ചും വല്ലാത്തൊരു വേദനയുടെ ദിവസമാണ്. വേറൊരു ചിന്തയിലേക്ക് അവരുടെ മനസ്സ് പോകാറില്ല. അപ്പം ആ അവസ്ഥയിൽ ആ ചെയ്യുന്ന ഏത് ദുആയ്ക്കും ഏത് പ്രാർത്ഥനയ്ക്കും, പ്രത്യേകിച്ച് ഖുർആൻ പാരായണത്തിനും നിസ്കാരത്തിനൊക്കെ വല്ലാത്ത ഒരു ഇഖ്ലാസോട് ചെയ്യാൻ പറ്റുന്നില്ല അവസരമാണ്. ഈ അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് ഓർമ്മിപ്പിച്ചാൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് വലിയ സന്തോഷമാവും. അല്ലാഹു തആല നമ്മൾ ഈ പറഞ്ഞതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഈ പറയുന്ന നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.